ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ വ്ളോഗായിട്ടാണ്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം കേക്ക് ഓർഡേഴ്സും അതേപോലെ തന്നെ ഹാമ്പറിൻ്റെ ഓർഡറും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെലിവറി പിന്നെ അതിൻ്റെ പാക്കിങ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ കേക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററിൽ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബീറ്ററും പിന്നെ പാത്രത്തിൽ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കലാണ്. ബാറ്റർ ഒന്ന് റെഡിയാക്കി ഓവനിൽ അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയെല്ലാം കഴിയുമ്പോൾ അതൊന്ന് സെറ്റ് ആവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ചെയ്യുന്നുള്ളത് 1/2 kg 2 കേക്കാണ്. അപ്പം ബാറ്റർ ഒന്നിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. പെരുന്നാളുടെ ലീവുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ട് എണീച്ചതാണ്. പിന്നെ കേക്കിൻ്റെ ഓർഡറിൽ ഒന്ന് മാത്രമേ കൺഫേം ആയിട്ടുണ്ടായിട്ടില്ല. ഒന്ന് രാവിലെ എണീച്ച നേരം കൺഫേം ആയതാണ്. അപ്പോൾ പിന്നെ എല്ലാം തിരക്കായിപ്പോയി. പിന്നെ ഇതിൽ നിന്ന് ഒന്ന് നാളത്തേക്കുള്ള ഡെലിവറിയും ഒന്ന് ഇന്നത്തേക്കുള്ളതുമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ളതാണ് പെട്ടെന്ന് കിട്ടിയ ഓർഡറും. അപ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കണം. പിന്നെ ഇത് തണുക്കുകയും ചെയ്യണമല്ല. അല്ലാണ്ട് കേക്ക് നമ്മൾ ഡെലിവറി ആക്കി കഴിഞ്ഞാൽ തണുക്കാണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മോൾഡിൽ ഒഴിച്ചു കൊടുക്കല. ഇതിപ്പം ഞാൻ മെഷർ ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടാവുമല്ലോ. അത് മാത്രമല്ല എൻ്റെ കയ്യിലുള്ള മോൾഡ് എന്ന് പറയുന്നുള്ളത് ഒന്ന് ടോളായിട്ടുള്ളതും ഒന്ന് നോർമലുമാണ്. ഇങ്ങനെ 2 ഓർഡേഴ്സ് ഒന്നിച്ച് വരുന്ന ടൈം ഞാൻ ഇങ്ങനെയാണ് ബേക്ക് ചെയ്യൽ. ഒന്ന് ടോളായിട്ടുള്ള കേക്കും ഒന്ന് നോർമലായിട്ടുള്ളതും. അതിനന്നേരം ടോളിന് ആ ഒരു ടൈപ്പിലുള്ള ഡിസൈൻ കൊടുത്തിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കൽ. ഇതാ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കലാണ്. 180 ഒരു 40 minutes കറക്റ്റാണ്. അങ്ങനെ ടൈം ആൻഡ് ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്തിട്ടില്ലേ. അത് മാത്രമല്ല ഓവൻ നേരത്തെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 minutes. ഇനി ഇതിപ്പം നോക്കണ്ട, അവിടെ നിന്ന് ആയിക്കോളും. ഇനിയുള്ളത് ഈ ബാറ്റർ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ കുറേ പാത്രങ്ങളുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നതിലുപരി കേക്കിൻ്റെ പാത്രങ്ങൾ കഴുകാനാണ് ഭയങ്കര മടി. ഒരുപാടുണ്ടാവും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. What happened? Let's finish. ഇനി ഇതാ ഉച്ചക്കേക്കുള്ള ഫുഡിൻ്റെ കാര്യം നോക്കണം. അതിന് വേണ്ടിക്ക് അരി കഴുകിയിട്ട് കുടിക്കലേക്ക് വെള്ളം എടുക്കല. നോർമലി മോളിങ്ങനെ വന്നിരിക്കലോ അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഇതെന്തോ ഒരു പോതി വന്നിട്ട് ഇരിക്കലായിരുന്നു. അപ്പോൾ അവളോട് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കാൻ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ മോള് നോക്കുകയില്ല, കണ്ടും പൊത്തിച്ച് നടക്കല. അപ്പോൾ ഇന്നുണ്ട് എന്താണെന്നറിയില്ല, ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ആൾ ചിരിച്ചിട്ടെല്ലാം നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ജസ്റ്റ് വീഡിയോയിൽ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതാ കറി ഉണ്ടാക്കി എടുക്കുന്നുള്ളത് മട്ടനാണ്. അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യല. പിന്നെ മട്ടൻ്റെ കാര്യം വരാനാണെങ്കിൽ നമ്മൾ സൗദിയിൽ വരുന്നതിന് മുമ്പായിട്ട് മട്ടൻ കൈ കൊണ്ട് തൊടാത്ത ആളാണ്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ സൗദിയിൽ വന്നതിന് ശേഷം നമ്മൾ മട്ടൻ കഴിക്കാൻ തുടങ്ങിയേ. പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും മട്ടൻ കഴിക്കില്ല കേട്ടോ. ഇവിടുന്ന് മാത്രമേ മട്ടൻ കഴിക്കൂ. നാട്ടിലെ മട്ടന് വേറെ ഒരു സ്മെല്ലല്ലേ. ഇവിടുത്തേനാണെങ്കിൽ അങ്ങനത്തെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ അത്ര വലിയ പ്രശ്നമോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ നെയ്ബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്ത് വെക്കലാണ്. നട്ടപ്പാതിരാക്കി ഉണ്ടാക്കിയ കേക്ക് എന്നെല്ലാം പറയൂലേ, അങ്ങനെ ഒരു കേക്കാണ് ഇത്. രാത്രി ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തുമ്പോൾ 12 മണിയായി. പിന്നെ രാവിലെ എണീച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നടക്കൂല. അവർക്ക് 1 മണിയാകുമ്പോൾക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾക്ക് കേക്ക് വേണം. അപ്പോൾ പിന്നെ രാത്രി എണ്ണ ഉണ്ടാക്കിയിട്ട് കിടന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ലേറ്റായിട്ട് എണീച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ്. പിന്നെയെന്ന് പറയാൻ ഇവർ കേക്കിൻ്റെ ഡിസൈനും ഒക്കെ നേരത്തെ സെറ്റാക്കി തന്നിന് ഇന്നതാ വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യണ്ട, അത് നോക്കിയിട്ട് ഉണ്ടാക്കാമല്ലോ. അങ്ങനെയുള്ള കേക്കാണ് ഇത്. എനിക്ക് ഈ ഒരു ബോ കേക്കിൻ്റെ ഡിസൈന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ റിപ്പീറ്റായിട്ട് 3ാമത്തെ ഓർഡറായിരുന്നു ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് ഇത് കാണാൻ. ഭയങ്കര ക്യൂട്ടുമാണ്, ഭയങ്കര സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ പിന്നെ ബോക്സിലിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് താങ്ക് യു എന്നുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് നൈഫും വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കല. ഇനി ഒരെപ്പോൾ ബെല്ലടിക്കാമെന്നറിയില്ല, ആ ടൈമിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ.
കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ചോക്ലേറ്റ് ആട്ടാ. അങ്ങനെ ഇതാ പാക്കെല്ലാം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പാട് തന്നെ ഓറ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കൊണ്ടുപോയി കേക്ക് ആക്കി ഒരു കൊണ്ടുപോകുന്നവരെ ഒരു ടെൻഷനായിരിക്കും. പിന്നെ കൊണ്ടുപോയതിന് ശേഷം റിവ്യൂ എന്താണെന്ന് അറിയായിട്ട് വേറൊരു ടെൻഷൻ അങ്ങനെ ഉണ്ടാവുക. ഇനി അതെല്ലാം പോട്ടെ, കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്, ഓയിലൊന്ന് ചൂടായി വരും. ഇതിൽ ഉലുവ ഇട്ടിട്ടുണ്ട്, അതേപോലെ പെരിഞ്ചീരകവും ചെറിയ ജീരകവും, ഇത് മൂന്നും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അതിന് ശേഷം കറിവേപ്പിലിട്ട് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാന്ന്. അങ്ങനെ ഇതാ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മൾ 2 സ്പോഞ്ചും റെഡി ആയിട്ടുണ്ട്. ഇതിനി സൈഡിലേക്ക് മാറ്റി വെക്കും. ഇപ്പോഴേ ഇതിൻ്റെ പണി തുടങ്ങൂല. ഇതിൻ്റെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കഞ്ഞൂടി നമ്മൾ മുട്ടും. അതിൻ്റെ ഇടയിൽ കേക്കിനുള്ള ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബദാം പൊടിക്കലുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പൊടിക്കൽ ചോപ്പറിലിട്ടിട്ടാണ്. ഇന്നിപ്പം ഒരുപാട് പണിയുണ്ട്, എല്ലാം കൂടി നടക്കൂല, എളുപ്പപ്പണി നോക്കാമെന്ന് വിചാരിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടേനു. പണി പാലും വെള്ളത്തിലൊക്കെ ഇട്ടിച്ചല്ലേ, നിങ്ങൾ കണ്ടോ. ബദാം നല്ല ഫൈനായി പോയി, നല്ലോണം നല്ല ഒന്നും പറയണ്ട. പിന്നെ ഇതൊക്കെ മാറ്റിയിട്ട് പിന്നെയും ചോപ്പറിലിട്ട് ചെയ്യാനുള്ള ടൈമില്ല. ഏതായാലും പോട്ടെ, ഇന്നിപ്പോൾ ഇങ്ങനെ ആയിപ്പോയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് കണ്ടെയ്നറിലോട്ടേക്ക് മാറ്റി കൊടുക്കില്ല. ഇനിയിപ്പോൾ അടുത്തതിൽ ചോപ്പർ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഉള്ളി ഇതാ നല്ലപോലെ വാഴ്ന്നു വന്നേരം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ലേ. വെളുത്തുള്ളി ഒരു 12 അല്ലി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും ഇതെല്ലാം എടുത്തിട്ടില്ലേ. ഇനി ഇതാ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാന്ന്. ഇതാ ഇതിലോട്ടേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ്റെ പീസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കല. മട്ടനും കൂടി ചേർത്ത ശേഷമാണ് ഇതിലോട്ടേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം തന്നെ ഒരു 4 സ്പൂണോളം മുളകും മല്ലിയും മിക്സ് ചെയ്തിട്ടില്ലേ അതാ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. ഇനി ഇതാ ക്രീമും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കല. അങ്ങനെ ആകുമ്പം ഫുഡ് കഴിച്ചതിന് ശേഷം കേക്കിൽ ഇറങ്ങുമ്പോൾ വേഗം ഒന്ന് ആവുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ആ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നുള്ളതും. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ എല്ലാവരും നല്ലത് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ക്രീമെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പം എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. നോർമലി ഞാൻ വാങ്ങിക്കുന്ന ക്രീമിലാണെങ്കിൽ മുമ്പേ യൂസ് ചെയ്തതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടി വരുത്തുണ്ട്, മധുരം അത്ര കുറവാണ്. ഇതിലാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഇനിയിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കലാണ്. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ പരിപാടിക്ക് ഇറങ്ങും. അങ്ങനെ ഇതാ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരുക്കുക ഈ ഒരു കുറച്ചുലുവ അതേപോലെ പെരിഞ്ചീരകം ജീരകം അതിലിട്ടിട്ടൊന്ന് വെച്ചോക്കെ ഇട്ടാ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്ലേവർ എന്തായാലും കിട്ടും നിങ്ങളെ മട്ടൻ കറിക്ക്. ഇനി ഈ ഒരു ടൈം കുളിച്ച് ഫ്രഷ് ആവലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് കറി മിക്സ് ചെയ്തെടുക്കലാന്ന്. ഇന്നിപ്പം ഫുഡിലൊന്നും കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് അതേപോലെ മട്ടൻ കറിയും പപ്പടവും തൈരും ഇത് മാത്രമേ ഉള്ളൂ. ഇതിലും കൂടി കൂടുതലാക്കാൻ നിന്നാൽ പിന്നെ ടൈം നിൽക്കില്ല. ഇനി ഇതാ ചോറെല്ലാം മക്കൾക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കല. ഓരോന്ന് വയറെല്ലാം ഫുള്ളായി ഓരോന്ന് സൈഡായി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണ്. അങ്ങനെ മക്കൾക്കുള്ള ഫുഡ് കൊടുക്കലും നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ എല്ലാം കീയല ഞാൻ ആദ്യം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റും പിന്നെ നേരത്തെ ബദാം ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത്, പിന്നെ ഷുഗർ സിറപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കേക്കിൽ ഇപ്പോൾ ഫില്ലിങ് ബദാമും അതേപോലെ തന്നെ ചോക്ലേറ്റാണ് കൊടുത്തിട്ടില്ലേ. അടുക്ക് ബദാം മാത്രം കൊടുക്കലുണ്ട്, അടുക്ക് ഈ ചോക്ലേറ്റിന് പകരം മിൽക്ക് മെയ്ഡും ബദാമും അങ്ങനെയൊക്കെയാണ്. അടുക്ക് ഓരോ മാറ്റം വരുത്തും, അങ്ങനെയല്ലാന്ന്. അങ്ങനെ ഇതാ ആദ്യത്തെ കേക്ക് ക്രം കോട്ടെല്ലാം ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നാളെ കൊടുക്കേണ്ട കേക്കാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ കാര്യം വേറൊന്നും ചെയ്യൂല, നാളെ ചെയ്യൂ.
ഇനി ഇതാ അടുത്ത കേക്കും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ ആദ്യം ചെയ്തിട്ട് രണ്ടാമത്തെ ഇനി ചോക്ലേറ്റ് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ഫുള്ള് മെൽട്ടായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം ചൂട് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വേഗം മെൽട്ടായി പോവില്ലാന്ന്. പിന്നെ രണ്ടിൻ്റെയും വെയിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇന്ന് കൊടുക്കേണ്ട കേക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഇനിതാ ബൊക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ടുള്ളതാണ്. മക്കളെയും വെച്ചിട്ട് വീഡിയോ ബൊക്കയും രണ്ടും കൂടി നടക്കില്ല എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കൽ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബൊക്കയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇന്ന് ഉണ്ടാക്കാനുണ്ടായത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ബൊക്ക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ, എങ്ങനെയാണെന്നുള്ളത് റിവ്യൂ പറയാം കമൻറ്റിലൂടെ. ഇതാ ഇന്ന് കൊടുക്കേണ്ട കേക്ക് എന്ന് പറഞ്ഞല്ല, അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കലാന്ന്. ഡിസൈൻ ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കുക. അതൊക്കെ നോക്കുമ്പം ടൈം ഒരുപാടാവും. പിന്നെ ഇത് നമ്മൾ വിചാരിച്ച ടൈം കൊടുക്കലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ കേക്കിൻ്റെയും ഹാമ്പറിൻ്റെയും ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അപ്പുറത്തുള്ള പുതിയൊരു നെയ്ബർ വന്നിട്ടുണ്ട്. അവരെ വക സ്വീറ്റ്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. എമിനി ഇത് ആരെ തന്നതാ? ആരാ തന്നേ? നെയ്ബറില്ല. ഇനി ഇതാ ഡെലിവറിക്ക് പോവലാണ്. അധികവും നമ്മൾ നൈറ്റ് തന്നെയാണ് ഡെലിവറി ആക്കൽ. ചിലത് മാത്രമാണ് വൈകുന്നേരം ചെയ്യൽ. പിന്നെ കേക്ക് മാത്രം ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് തന്നെ എടുക്കലുണ്ട്. അങ്ങനെ വന്നിട്ട് എടുക്കുമ്പോൾ ഭയങ്കര സമാധാനം കേട്ടോ. അവരുടെ സമയത്തിന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇതാ കേക്കെല്ലാം ഡെലിവറി ആക്കി നമ്മൾ കുറച്ച് പർച്ചേസെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് സൽക്കാരി പോയിട്ട് പൊറോട്ട വാങ്ങിക്കലാണ്. മട്ടൻ കറിക്ക് പൊറോട്ട നല്ല ബെസ്റ്റാണ്. അപ്പം പൊറോട്ടയും വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിലോട്ടേക്ക് പോവലാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.